പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഇപ്പൊ ഒരു ജീവപര്യന്തം മാത്രമാണ് മേഡത്തിന്റെ തലയിൽ തൂങ്ങിക്കിടക്കുന്നത്. അതൊരു കൊലക്കേറാക്കി ഞാൻ ഈ കഴുത്തിലങ്ങിട്ട് തരും. തൂക്കുമരത്തിന്റെ അങ്ങറ്റത്ത് വരെ നിങ്ങളെ ഞാൻ കൊണ്ടു നിർത്തും. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ സർജറി കഴിഞ്ഞല്ലോ. ഇനി ഗൗരിമോള് പഴയതിനേക്കാൾ സന്തോഷത്തോടെ പൂമ്പാറ്റി പോലെ പാറി പറന്ന് നടക്കും. കുട്ടിക്ക് ചെറുതായിട്ട് ബോധം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് 1 മിനിറ്റ് വേണമെങ്കിൽ കയറി കാണാം. പക്ഷേ കുട്ടിയെ അധികം സംസാരിപ്പിക്കാൻ പാടില്ല. എന്റെ മോളെ എനിക്ക് കാണണം. സച്ചി, താൻ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. വാ വാ. ഗോകുല് പോയി മോളെ കണ്ടോ? ഞാൻ പിന്നെ കണ്ടോളാം. അമ്മ 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 മോളെ ഇതുകൊണ്ട് രാജീവ് സാറ് സച്ചിയോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞത്. അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? എന്റെ മോളെ ഒന്ന് കാണാൻ പോയതല്ലേ ഉള്ളൂ. ഗൗരിമോള് സച്ചിയുടേതാണെന്ന് എന്ത് തെളിവാ ഉള്ളത്? അർച്ചന ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടുള്ള സംശയം അത്രയല്ലേ ഉള്ളൂ. ഇനി അന്ന് സച്ചിയോട് ഗോകുൽ സാർ പറഞ്ഞത് തന്നെയാണ് ശരിയെങ്കിലോ? ഇല്ല, അതൊരിക്കലും ശരിയല്ല. അത് ശരിയാണോ അല്ലയോ എന്നതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രശ്നം. ഗൗരിമോളുടെ ഇപ്പോഴത്തെ അച്ഛനും അമ്മയും സമൃദ്ധയും ഗോകുൽ സാറുവാ. ഗൗരിമോൾക്കും അത് മാത്രമേ അറിയൂ. പിന്നെ അച്ഛനാണെന്ന് പറഞ്ഞ് സച്ചി എങ്ങനെ ഗൗരിമോളുടെ മുമ്പിലേക്ക് ചെല്ലും? അർച്ചന എന്റെ ഭാര്യ. സച്ചി, കേസ് കോടതിയിലാ. ഇനിയെല്ലാം കോടതിയാ തീരുമാനിക്കേണ്ടത്. അതുവരെ ആ കേസിലെ വാദി മാത്രമാണ് സച്ചി. കോടതി ഇതിന്റെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് വരെ സച്ചിക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു അവകാശവും ഇല്ല. ആ ശരി, സമ്മതിച്ചു. ഞാൻ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. പകരം കോടതി തന്നെ ഇടപെട്ട് എന്റെ ഭാര്യയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു വാങ്ങി തരട്ടെ. മേയ്, സാറ് വീണ്ടും അടുത്ത കേസുമായിട്ട് വന്നതാണോ? മേഡം, നിങ്ങളിങ്ങനെ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പോലീസിനെ അത് അന്വേഷിച്ചല്ലേ പറ്റൂ. ഞാനല്ലല്ലോ, സാറല്ലേ ഓരോ ദിവസം ഓരോ കേസും കെട്ടിവെച്ച് ഇങ്ങോട്ട് കയറി വരുന്നത്. അല്ല, ഇതിപ്പോ ഏതാ പുതിയ കേസ്? ഇതൊരു മിസ്സിംഗ് കേസാ. കോടതിയിൽ സാക്ഷി വിസ്താരം നടത്തേണ്ടിയിരുന്ന കേസിലെ വാദിയെ കാണാനില്ല. അതിനിപ്പോ ഞാനെന്ത് പഴിച്ചു? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവന്റെ തലയിൽ വെക്കുന്നതാണല്ലോ പോലീസിന്റെ ശീലം.
പോലീസിന്റെ ശീലം നീ കണ്ട തീരുമാനിക്കുന്ന റാസ്കൽ. ആരാടാ നീ? ആരുടെങ്കിലും മൂടും താങ്ങി നടന്നിട്ട് തിന്നുകൊടുത്ത് പോലീസിന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നടാ. ചവിട്ട് നിന്റെ നട്ടലൂരിയെ ഞാൻ ലാത്തിക്ക് പിടിയിടും കേട്ടോ. സാറിന്റെ ഷോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ ഉള്ളൊരുത്തനെ എന്റെ മുന്നിൽ വെച്ച് തല്ലുന്നത് എന്നെ തല്ലുന്നതിന് തുല്യമാ. ഓ, അപ്പോ മേഡവും മേഡത്തിന്റെ ജോലിക്കാരനും ഒരേ കാറ്റഗറിയാണല്ലേ? എന്തിനാ എന്റെ ജോലിക്കാരനെ തല്ലിയത്? അതിനാദ്യം സമാധാനം പറ. പറയാം. കോടതിയിൽ നാളെ കഴിഞ്ഞ് ഹാജരാക്കേണ്ട വാദിയെ ഇവൻ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന് എനിക്കൊരു സംശയം. സംശയമല്ലേ ഉള്ളൂ, അല്ല തെളിവൊന്നുമില്ലല്ലോ സാറിന്റെ കയ്യില്. തെളിവൊക്കെ ഉണ്ടാക്കാനേ പോലീസിനറിയാം. പറടാ, ആ സുഗതം മേനോനെ നീ തട്ടിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയിട്ടേ നിന്നെ നേർച്ചക്കോഴിയായിട്ട് ഒഴിഞ്ഞുവിട്ടതാ. നിന്റെ തല ഞാൻ അറുത്തെടുക്കുന്ന ഒരു ദിവസം വരും. സാറെന്താ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയതാണോ? അങ്ങനെയാണ് മേഡം കരുതുന്നെങ്കിൽ അങ്ങനെ. അതിനെനിക്ക് വിരോധമില്ല. ഇവനും ആ സന്ദീപും ചേർന്ന് സുഗതം മേനോൻ എന്ന ആളിനെ തട്ടിക്കൊണ്ടുപോയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എവിടെ അവൻ സന്ദീപ്? ഞാനാരെ എന്റെ പോക്കറ്റിലിട്ടോണ്ട് നടക്കാറില്ല. പിന്നെ സുഗതൻ മേനോൻ, അയാൾ എങ്ങനെ ഈ കേസിൽ വന്നു, ആര് കൊണ്ടുവന്നു, അതിന്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഞാനും അത് അന്വേഷിച്ചോണ്ടിരിക്കുക. കിട്ടിയാ അറിയിക്കാം കേട്ടോ. ഓ, ഇവനെ പോലുള്ള മൂന്നാംകട ഗുണ്ടകളെ മാനേജർമാരാക്കി സന്ദീപിനെ പോലുള്ള ഒരുത്തനെ ഗുണ്ടയാക്കി എല്ലാവരെയും നിങ്ങളുടെ വരുതിക്ക് നിർത്താമെന്ന് വിചാരിക്കണ്ട കേട്ടോ. നീയും അവനും കൂടി കാട്ടിക്കൂട്ടിയുണ്ട് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോ? എന്ത് ഭവിഷ്യത്ത്? ഒന്ന് ചുമ്മാതിരിക്കണം സാറേ. പോലീസിന്റെ കാക്കി ദേഹത്തുണ്ടെന്ന് കരുതി ഭീഷണിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. സന്ദീപിനെ മൂർത്തിയെ ഉപയോഗിച്ച് ഞാൻ അയാളെ കടത്തിക്കൊണ്ട് പോയിന്നായിരിക്കും സാർ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ സാറ് തന്നെ അയാളെ കണ്ടുപിടിക്ക്, എന്നിട്ട് എന്റെ പേരിൽ നടപടി എടുക്ക്. പോലീസിനെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. സുഗതം മേനോൻ നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ അയാളെ കണ്ടുപിടിച്ചിരിക്കും. അത് ഈ വീട്ടിന്റെ അസ്ഥിവാരം തോണ്ടിട്ടായാലും. പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇപ്പൊ ഒരു ജീവപര്യന്തം മാത്രമാണ് മേഡത്തിന്റെ തലയിൽ തൂങ്ങിക്കിടക്കുന്നത്. അതൊരു കൊലക്കേറാക്കി ഞാൻ ഈ കഴുത്തിലങ്ങിട്ട് തരും. തൂക്കുമരത്തിന്റെ അങ്ങറ്റത്ത് വരെ നിങ്ങളെ ഞാൻ കൊണ്ടു നിർത്തും.